ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയില സൂപ്പ് കുടിച്ചാലോ? മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും മിക്കവാറും പേർക്കൊക്കെ അറിയാവുന്നത് തന്നെയായിരിക്കും. കാരണം മുരിങ്ങയില എന്ന് പറയുന്നത് പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, അയൺ, വിറ്റമിൻ സി ഇതിൻ്റെയൊക്കെ ഒരു നിറഞ്ഞ കലവറ തന്നെയാണ്. നമ്മുടെ സ്കിൻ ഹെൽത്തിനും നമ്മുടെ തലമുടിയൊക്കെ വളരാനും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. ബ്ലഡ് ഷുഗർ ലെവൽ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡയബറ്റിക് മാനേജ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ലീഫി വെജിറ്റബിളാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഫൈബറുകൾ അടങ്ങിയ കാരണം കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ ഇരിക്കും, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ലാക്ടേറ്റിംഗ് മദേഴ്സിന് പാലൂറാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു മുരിങ്ങയില ആണ്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മെഡിസിനൽ ബെനിഫിറ്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ഒരു വീഡിയോ മൊത്തം അതിന് തികയില്ല. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള ഈ മുരിങ്ങയില സൂപ്പിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കുടിച്ചാൽ വളരെ ഹെൽത്തിയാണ്. നമുക്ക് ഈ മുരിങ്ങയില ഊരി ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1 കൈ ചുവന്നുള്ളിയും ഒരു 4-5 പല്ല് വെളുത്തുള്ളിയും ഒരു ചെറിയ തുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറുതെങ്കിൽ ഒരു 2 തക്കാളി, മീഡിയം സൈസ് ആണെങ്കിൽ 1 തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവിന് നമ്മൾ പെപ്പർ പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്ര എരിവ് വേണോ അത്രയും പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എത്ര പേർക്കാണ് ഈ സൂപ്പ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേർക്കാണ് ഞാൻ ഇട്ടത്. അപ്പം ഒരു 4.5 ഗ്ലാസ് വെള്ളം വെച്ചു. വെള്ളവും കൂടെ വെച്ച് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. കുക്കറിൽ വെച്ച് ഒരുപാട് വിസിലൊന്നും അടുപ്പിക്കണ്ട കേട്ടോ. ഒരൊറ്റ വിസിൽ അടുപ്പിച്ച് കൊടുത്തിട്ട് ഇറക്കി വയ്ക്കുക. അത് കുറച്ച് നേരം ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തവി കൊണ്ട് ഒരു സ്മാഷർ കൊണ്ടോ അങ്ങനെ അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തുള്ള ആ വെള്ളമല്ലാതെ ആ ഇലയും ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് എടുത്ത് നമ്മുടെ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒരു സെക്കൻഡ് ഒറ്റ പൾസ് കൊടുത്താൽ മതി. അരയ്ക്കൊന്നും വേണ്ട. നമ്മൾ അങ്ങനെ പൾസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ആ ഗുണങ്ങൾ അതിനെല്ലാം ചതഞ്ഞിട്ട് അതിനകത്തുള്ള ആ ഗുണങ്ങളും ഫ്ലേവറും എല്ലാം ഒന്നുകൂടെ ആ ജ്യൂസിനകത്തോട്ട് ഇറങ്ങും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിപ്പിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ച് എടുത്ത് മല്ലിയിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് ഈ ഒരു മുരിങ്ങയില സൂപ്പ് എന്ന് പറയുന്നത് മുരിങ്ങയിലയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഈ സൂപ്പ് കുടിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേറെ ചേർത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ടേസ്റ്റും നല്ലതാണ്, വളരെ ഹെൽത്തിയുമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്കിയിരുന്നാലും പറഞ്ഞു തരും ഇതിൻ്റെ ഗുണങ്ങൾ. അത്ര നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഇതിട്ട് നിങ്ങൾ കുടിക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, വയസ്സായവരുണ്ടെങ്കിൽ കൊടുക്കുക. വളരെ നല്ലതാണ്. അപ്പം ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കുടിച്ചതിന് ശേഷം ഉള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയായിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.